Hi everyone, I am Gopika S here, Assistant Professor, Department of Civil Engineering, Srinarayana Institute of Technology, Adur. And we discuss the subject Geotechnical Engineering I. That is Kerala Technological University scheme and BTech in S4 semester Civil Engineering program Geotechnical Engineering CE 208 Geotechnical Engineering we discuss. So, in the discuss the rate of consolidation and mechanics of consolidation. This is important TERZAGH'S experiment. So, TERZAGH'i a consolidation process. Clay consolidation process. Loading is subjected to clay consolidation process. Spring piston model analogous prove. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ സ്പ്രിംഗ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് സോയിലിനെയും സ്പ്രിങ്ങിന് ചുറ്റുമുള്ള വാട്ടർ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് സാച്ചുറേറ്റഡ് സോയിലിനെയും അതിനു ചുറ്റും അല്ലെങ്കിൽ അവിടെയുള്ള പിസ്റ്റണിനകത്തുള്ള പെർഫോറേഷൻസ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് പെർമിയബിലിറ്റി ഓഫ് സോയിലിനെയാണ് ആ വോയിഡ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇതാണ് TERZAGH'യുടെ എക്സ്പെരിമെന്റിന്റെ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ സോയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നു സോയിലിന് സ്പ്രിങ്സിന് ചുറ്റുമുള്ള വെള്ളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിസ്റ്റൺ എന്ന് പറയുന്നത് ശരിക്കും പിസ്റ്റണിന് ചുറ്റുമുള്ള വെള്ളം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ സാച്ചുറേറ്റഡ് സോയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നു ഈ പിസ്റ്റണിന്റെ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നുള്ള വാട്ടറിന്റെ എക്സ്പെൽഷനെ ബേസ് ചെയ്ത് ഇരിക്കും അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന്റെ എന്താണ് മെക്കാനിസം എന്നുള്ളത് നമുക്ക് നോക്കാം ഇനിഷ്യലി അപ്പം ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആദ്യം വരുന്ന ലോഡ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ആയിരിക്കും ലോഡ് എടുക്കുക അപ്പം നമ്മൾ എക്സ്ട്രാ ലോഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ സ്പ്രിങ്ങിനേക്കാളും സ്റ്റിഫറായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് വാട്ടർ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സസ് ആയിട്ട് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്പ് ആകുകയും വാട്ടർ ഡെസിപ്പേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും അപ്പോൾ ഈ വാട്ടർ ഡെസിപ്പേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേന് അത് കാരണം പിസ്റ്റൺ കുറച്ചും കൂടി താഴേക്ക് അതായത് കംപ്രഷൻ ഉണ്ടായി കുറച്ചും കൂടി താഴേക്ക് മൂവ് ചെയ്യും അപ്പം ഈ പ്രോസസ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ സോളിഡ്സിനകത്ത് നിന്നും അതായത് പോർ വാട്ടറിൽ നിന്ന് സോയിൽ സോളിഡ്സിനേക്കുള്ള ആ ഒരു സ്ട്രെസ്സിൻ്റെ ഗ്രാജുവൽ ട്രാൻസ്ഫർ ആണ് കാരണം ഇനിഷ്യലി ആ ലോഡ് എടുക്കുന്നത് സ്പ്രിംഗ് ആയിരിക്കും സ്പ്രിംഗ് എടുത്ത് വരുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ എക്സസ് ലോഡ് വരുമ്പോഴത്തേന് അവിടെ വാട്ടർ എക്സ്പെൽ ചെയ്തു പോകും വാട്ടർ എക്സ്പെൽ ചെയ്യുമ്പോൾ വീണ്ടും ആ സ്പ്രിങ്ങിന് കൂടുതൽ കൺസോളിഡേഷൻ നടക്കുകയും പിസ്റ്റണ് കുറച്ചും കൂടെ മൂവ് ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോഴത്തേന് ലോഡ് എടുക്കുന്നത് സോയിൽ സോളിഡ്സ് ആയിരിക്കും സോ ഈ പ്രോസസ്സ് ആ ഏറ്റവും സഫീഷ്യൻ്റ് ആയിട്ടുള്ള കംപ്രഷൻ അവിടെ പിസ്റ്റണ് നടക്കുന്നത് അല്ലെങ്കിൽ സ്പ്രിങ്ങിന് നടക്കുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കും അപ്പോൾ അവിടെ പോർ പ്രഷർ എന്ന് പറയുന്നത് 0 ആണ് അതായത് എക്സസ് പോർ പ്രഷർ ഇല്ല സോ ഡെസിപ്പേഷൻ ഇല്ല പക്ഷേ സ്പ്രിംഗ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ സ്ട്രെയിൻ മാത്രം സോയിലിനകത്ത് കാണിക്കുന്ന ഒരു കണ്ടീഷൻ ഇനി അടുത്ത പറയാൻ പോകുന്നത് ഇപ്പോൾ TERZAGH'യുടെ എക്സ്പെരിമെൻ്റ് ഇതാണ് അതിൻ്റെ മെക്കാനിസം ഇതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൺ ഡയമെൻഷണൽ കൺസോളിഡേഷൻ TERZAGH'S വൺ ഡയമെൻഷണൽ കൺസോളിഡേഷനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിനകത്തുള്ള അസംഷൻസ് നോക്കാം സോയിൽ ഹോമോജീനിയസ് ആയിരിക്കണം ഐസോട്രോപിക് ആയിരിക്കണം സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആൻഡ് ഫ്ലോ ലാമിനർ ആണ് എന്ന് പറഞ്ഞാൽ ഡാർസീസ് ലോ വാലിഡ് ആണ് സോയിൽ സാച്ചുറേറ്റഡ് ആയിരിക്കും ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് കൺസോളിഡേഷൻ ആൻഡ് ദ ഫ്ലോ ഈസ് എസെൻഷ്യലി വൺ ഡയമെൻഷണൽ ആൻഡ് നോ ചേഞ്ച് ഇൻ ക്രോസ് സെക്ഷണൽ ഏരിയ ഒക്കേഴ്സ് ഡ്യൂറിങ് ദി എക്സ്പെരിമെൻറ്റ് ഓക്കെ ഇനി അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ഉണ്ടാകുന്ന സ്ട്രെയിൻ വളരെ ചെറുതാണ് അതായത് അവിടെ സോയിൽ സ്ട്രക്ചറിന് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അത് മെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ അസംഷനിൽ പറയുന്നുണ്ട് തിയറി പ്രൈമറി കൺസോളിഡേഷന് മാത്രമേ ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ സെക്കൻഡറി കൺസോളിഡേഷൻ ആപ്ലിക്കബിൾ ആകുന്നില്ല ദെൻ അവിടെ ഒരു യുണീക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് വോയിഡ് റേഷ്യോയും എഫക്റ്റീവ് സ്ട്രെസ്സും തമ്മിൽ അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം ആണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു -AB into delta sigma എന്നാണ് ആ റിലേഷൻ സിഗ്മ ബാർ ഉണ്ട് പ്ലീസ് നോട്ട് ദാറ്റ് ഡെൽറ്റ സിഗ്മ ബാർ ആണ് വൈൽ AB എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് അസ്യൂംഡ്
കോൺസ്റ്റൻറ്റ് ഓവർ ദ സ്ട്രെസ് ഇൻക്രിമെൻറ്റ്. നമ്മൾ എക്സ്പെരിമെൻറ്റിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ സ്ട്രെസ് ഇൻക്രിമെൻറ്റിലും എ വി എന്ന് പറയുന്നത് അസ്യൂംഡ് ആസ് കോൺസ്റ്റൻറ്റ്. എ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് വേഴ്സസ് വോയിഡ് റേഷ്യോ കർവ് ഇൻ അരിത്തമെറ്റിക് സ്കെയിൽ. അതാണ് എ വി എന്ന് പറയുന്നത്. ഇനി ശരിക്കും കൺസോളിഡേഷൻ നടത്തി ആസ് പെർ സിലബസ് നമുക്കതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കാനില്ല. സോ ടെർസാഗി ഒബ്റ്റെയിൻ ചെയ്ത വൺ ഡയമെൻഷണൽ കൺസോളിഡേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ഇസഡ് സ്ക്വയർ ആണ്. യു എന്ന് പറയുന്നത് എക്സസ് പോർ പ്രഷർ വിച്ച് ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു അപ്ലൈഡ് എഫക്റ്റീവ് സ്ട്രെസ്. ആൻഡ് ഡോ യു ബൈ ഡോ ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോർ പ്രഷർ ആണ്. സി വി ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു എം വി. K coefficient of permeability ആണ്, MV is the coefficient of volume compressibility. സോ ഇതാണ് നമ്മളുടെ ടെർസാഗിയുടെ വൺ ഡയമെൻഷണൽ കൺസോളിഡേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ഇസഡ് സ്ക്വയർ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ബട്ട് ഡെറിവേഷൻ നമുക്ക് സിലബസ് അനുസരിച്ച് കവർ ചെയ്യേണ്ടതായിട്ടില്ല. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ലെങ്ത് ഓഫ് ഡ്രെയിനേജ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രണ്ട് ടൈപ്പ് ഡ്രെയിനേജസ് ആണുള്ളത്. ഡബിൾ ഡ്രെയിനേജും ഉണ്ട്, സിംഗിൾ ഡ്രെയിനേജും ഉണ്ട്. ഇനി ആദ്യം നമുക്ക് ഡബിൾ ഡ്രെയിനേജിൻ്റെ കേസ് നോക്കാം. ഡബിൾ ഡ്രെയിനേജിൻ്റെ കേസ് ആണെങ്കിൽ നമ്മളുടെ സാമ്പിളിനകത്ത് രണ്ട് ഡ്രെയിനേജ് പാത്തസ് പ്രൊവൈഡ് ചെയ്തിരിക്കും. അതായത് ഏറ്റവും ടോപ്പിലും ഒരു ഡ്രെയിനേജ് പാത്ത് കാണും, ഏറ്റവും ബോട്ടത്തിലും ഒരു ഡ്രെയിനേജ് പാത്ത് കാണും ആരുടെ കൺസോളിഡേഷൻ ലെയറിൻ്റെ. സോ ഡി എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ ഡ്രെയിനേജ് പാത്തിൻ്റെ ലെങ്ത് ആണെങ്കിൽ ശരിക്കും നമ്മൾ ഡബിൾ ഡ്രെയിനേജ് അതായത് ഡബിൾ ഡ്രെയിനേജ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ലെങ്ത് ഓഫ് ഡ്രെയിനേജ് പാത്ത് പ്രോബ്ലത്തിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് H0/2 ആണ്. ഇനി സിംഗിൾ അല്ലെങ്കിൽ വൺ വേ ഡ്രെയിനേജ് ആണെങ്കിൽ ഒന്നെങ്കിൽ ടോപ്പിലോ അല്ലെങ്കിൽ ബോട്ടത്തിലോ എവിടെയെങ്കിലും ഒരിടത്തെ നമ്മൾ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ഡ്രെയിനേജ് പാത്ത് H0 ആയിരിക്കും. അതായത് വൺ വേ ആണെങ്കിൽ H0 എടുക്കണം, ടു വേ ആണെങ്കിൽ H0/2 എടുത്ത് വേണം ചെയ്യാൻ. ഇനി നമ്മൾ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് സോയിലിൻ്റെ തിക്നെസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ലെങ്ത് ഓഫ് ദ ഡ്രെയിനേജ് പാത്ത് ചേഞ്ച് ചെയ്യുമല്ലോ. അതായത് ഡെപ്ത് കുറയുവാണെങ്കിൽ ഡ്രെയിനേജ് പാത്തിൻ്റെ ലെങ്ത്തും കുറയും. അപ്പോൾ ആക്യുറേറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് ആവറേജ് ഡ്രെയിനേജ് ലെങ്ത് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അതായത് ഡി ഐ ഇനിഷ്യൽ ഡ്രെയിനേജ് ലെങ്ത്തും ഡി എഫ് ഫൈനൽ ഡ്രെയിനേജ് ലെങ്ത്തും ആണെങ്കിൽ ഡി ആവറേജ് എന്ന് പറയുന്നത് DI+DF/2 എടുത്ത് വേണം നമ്മൾ പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ആ ഫിഗർ റെപ്രസെൻ്റ് ചെയ്യുന്നത് H0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദി കംപ്രസിബിൾ ലെയർ ആണ്. അതിൽ ഡ്രെയിനേജ് പാത്ത് നമ്മളിപ്പം രണ്ട് ഡ്രെയിനേജ് പാത്തസ് കൊടുക്കുകയാണെങ്കിൽ അതിനെ രണ്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, DI എന്നും DF എന്നും. അതായത് ഇനിഷ്യൽ ഡ്രെയിനേജ് ലെങ്ത്തും കൺസോളിഡേഷന് ശേഷമുള്ള ഫൈനൽ ഡ്രെയിനേജ് ലെങ്ത്തും അതിൻ്റെ ആവറേജ് എടുത്തിട്ട് വേണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ. ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ സിംപ്ലി റെപ്രസെൻറ്റ് ചെയ്യാം ഒരു പെർട്ടിക്കുലർ ടൈം ടിയിലുള്ള പെർസെൻറ്റേജ് ഓഫ് പ്രൈമറി കൺസോളിഡേഷൻ. ഇത്ര പെർസെൻറ്റേജ് പ്രൈമറി കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഇപ്പം ഏതൊരു ടൈം എക്സ്റ്റെൻഡിലുള്ളതാണെങ്കിലും നമുക്ക് ഡിഗ്രി ഓഫ് കൺസോളിഡേഷനെ U കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം കൺസോളിഡേഷൻ്റെ ബിഗിനിങ്ങിലാണെങ്കിൽ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ 0 അല്ലെങ്കിൽ 0% ആയിരിക്കും. ഇനി കൺസോളിഡേഷൻ്റെ എൻഡ് ആകുവാണെങ്കിൽ അതായത് എക്സ്പെൽഷൻ ഓഫ് പോർ വാട്ടർ സ്റ്റോപ്പ് ചെയ്തു, എക്സ്പെൽഷൻ ഓഫ് പോർ വാട്ടർ തീർന്നു എന്നുള്ളതാണല്ലോ പ്രൈമറി കൺസോളിഡേഷൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. സോ അവിടെ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ 100 ആയിരിക്കും. സോ 0% ലെസ് ദാൻ ഓർ ഈക്വൽ ടു U ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100%. അതാണ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ്റെ ഒരു റേഞ്ച്. നമുക്കത് ഏതൊക്കെ രീതിയിൽ കമ്പ്യൂട്ട് ചെയ്യാൻ നോക്കാം. ഇനിഷ്യലി ഇൻ ടേംസ് ഓഫ് സെറ്റിൽമെൻറ്റ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. അതായത് ΔH എന്ന് പറയുന്ന അൾട്ടിമേറ്റ് കൺസോളിഡേഷൻ സെറ്റിൽമെൻ്റ് ആണ് കറസ്പോണ്ടിങ് ടു 100% ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ. അങ്ങനെയാണെങ്കിൽ T ടൈമിൽ സെറ്റിൽമെൻറ്റ് ΔH ആണെങ്കിൽ U% നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ΔH/H ഇൻറ്റു 100 ആണ്. രണ്ടാമത്തെ മെത്തേഡാണ് ഇൻ ടേംസ് ഓഫ് വോയിഡ് റേഷ്യോ. അതായത് E0 ആണ് ഇനിഷ്യൽ വോയിഡ് റേഷ്യോ ആൻഡ് അപ്പോൾ U എന്ന് പറയുന്നത് 0 ആണ്. ഈ 100 ആണ് ഫൈനൽ വോയിഡ് റേഷ്യോ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് കൺസോളിഡേഷൻ അറ്റ് U is equal to 100%. സോ അപ്പോൾ അറ്റ് എ പെർട്ടിക്കുലർ ടൈം T വോയിഡ് റേഷ്യോ E ആണെങ്കിൽ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ U% is equal to E0 - E 100 ഇൻറ്റു 100. ആ പെർസെൻറ്റേജിൽ നമുക്ക് നമ്മളുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ നമുക്ക് കിട്ടും.
ഇനി ഇൻ ടേംസ് ഓഫ് എക്സസ് പോർ പ്രഷർ, എക്സസ് പോർ പ്രഷറിൻ്റെ കേസ് പറയുവാണെങ്കിൽ ഇപ്പം ഇനിഷ്യലി എക്സസ് പോർ പ്രഷർ യു എഫും നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിൽ ടിയിലുള്ള എക്സസ് പോർ പ്രഷർ യുവുമാണെങ്കിൽ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത് യു പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു യു എഫ് മൈനസ് യു ബൈ യു എഫ് ഇൻറ്റു 100. ഇനിഷ്യലി എക്സസ് പോർ വാട്ടർ പ്രഷർ യു എഫും ഫൈനൽ അല്ലെങ്കിൽ നമുക്കിപ്പം ടി ടൈമിലുള്ള പെർസെൻറ്റേജ് ഓഫ് കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ ആണ് വേണമെങ്കിൽ ആ എക്സസ് പോർ പ്രഷറിനെ യു എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യു എഫ് മൈനസ് യു ബൈ യു എഫ് ഇൻറ്റു 100 ആണ്. സോ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടും ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടെർസാഗിയുടെ വൺ ഡയമെൻഷണൽ കൺസോളിഡേഷനെ കുറിച്ച്, അതെങ്ങനെയാണ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതെന്നുമാണ്. പ്രോബ്ലം ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കത് കുറച്ച് നെക്സ്റ്റ് സെക്ഷൻസിൽ നമുക്ക് പ്രോബ്ലംസും കൂടി ഡിസ്കസ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. താങ്ക് യു സോ മച്ച്.